ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി GK World and PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു സംഖ്യയുടെ 80% നിന്ന് ആ സംഖ്യയുടെ 20% കുറച്ചാൽ 960 കിട്ടും. സംഖ്യ ഏത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഒരു സംഖ്യയുടെ ഒരു സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് എടുത്ത് ആ സംഖ്യയുടെ 80% നിന്നും എത്രയാണ് കുറയ്ക്കുന്നത്? 20% കുറച്ചാൽ 20% ഈക്വൽ ടു 960 കിട്ടും എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. എക്സ് എന്ന് പറയുന്ന സംഖ്യയാണ് ഇൻറ്റു ബ്രാക്കറ്റാണ് നമ്മൾ ഇൻറ്റു ആയി. അപ്പോൾ കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 60 കിട്ടി നമുക്ക്. ഇവിടെ 80% 20% ആണ് തന്നിരിക്കുന്നത്. അപ്പം 60% ഈക്വൽ ടു അപ്പോൾ എത്ര വരും? 960 വന്നു ഇല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം നമുക്കറിയാം. ഈ എപ്പോഴും പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു 100 കാണും അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് എഴുതാം. എക്സ് ഇൻറ്റു 16/100 ഈക്വൽ ടു ആണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 60/100 ഈക്വൽ ടു 60. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എന്താണ് എക്സ് ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത്? എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നോക്കുന്നത്. നമുക്ക് എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ ഇൻറ്റു ആണ് കേട്ടോ. ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇവിടെ നമ്മൾ എഴുതുന്നത് 960 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 60. ഓക്കെ, 60 ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ സീറോയും വെട്ടിക്കളയാം. അപ്പോൾ എത്ര? 9600/6 വരും അല്ലേ? നമുക്കിവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 വരും. 1 ഇവിടെ 3 വരും. 36. ഓക്കെ, 1600 ആണ് നമ്മുടെ ആൻസർ. ആൻസർ എന്ന് പറയുന്നത് 1600. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ഇവിടെ തന്നെ വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. ഇത് ഇൻറ്റു 100 ആണ്. നമ്മൾ 100% ആണ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1600 കിട്ടും. നമുക്ക് ഇവിടെ വെച്ച് തന്നെ 1% കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 1% കാണാം. ഇവിടെ വെച്ച് തന്നെ ഇവിടെ 1% നമ്മൾ കാണാൻ എന്ത് ചെയ്യും? 960 നമുക്ക് 60 കൊണ്ട് ചെയ്താൽ നമുക്ക് 1% കിട്ടും. 960 60 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്നറിയാം? 16 കിട്ടും. അപ്പോൾ 1% 16 ആണെങ്കിൽ 1% ആണെങ്കിൽ നമുക്കറിയാം 10% എന്ന് പറയുന്നത് 160 ആയിരിക്കും. 100% എന്ന് പറയുന്നത് 1600 ആയിരിക്കും. ഇതാണ് ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പം പുതിയ ഇതുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാൻ അതിന് സൊല്യൂഷൻ കണ്ട് വീഡിയോ ചെയ്തു തരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.